ഹലോ ഗായ്സ്, വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ പുളപ്പള്ളി ഗസാഡ് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരു വിവാഹ പാർട്ടി ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ സാറിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അവിടെ ഞാനും ഏട്ടനും മോനും കൂടെ പോയി. അവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരം 7 മണിയായിട്ടാണ്. നല്ല പ്രകൃതിദത്തമായ ഒരു വൈബായിരുന്നു. തണുത്ത അന്തരീക്ഷമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ടത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. ഇതുപോലെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തേലൊക്കെ കയറുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ജ്യൂസും കിട്ടി. അത് കുടിച്ച് ഞങ്ങളിങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുദ്ധൻ്റെ വിഗ്രഹം അവിടെ കണ്ടത്. പിന്നെ അതിനെയും കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് എടുത്തിട്ട് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെൽക്കം ചെയ്യാൻ 2 ഗേൾസ് അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ പരിപാടി നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആകെ പ്രകൃതിദത്തമായ ഒരു വൈബായിരുന്നു. അത്രയ്ക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എവിടെ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഉണ്ട് ഒരു ആനയുടെ വിഗ്രഹം അവിടെ ഉണ്ട്. ആ ചെടിയുടെ ഉള്ളിൽ ആനയുടെ വിഗ്രഹം കാണുമ്പോൾ ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു ആന നിൽക്കണ പോലെ അത്രയ്ക്ക് നല്ല മനോഹരമായിരുന്നു അവിടെ കണ്ടപ്പോൾ. അത് കണ്ടിട്ട് കസേരയിൽ ഇരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളെ വെൽക്കം ചെയ്തിട്ട് അവിടെ ഇരുത്തി. അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു. അവരോട് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും കുറേ കാണാൻ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. കാറുകളൊക്കെ നിർത്തിയിട്ട്, അത് ശരിക്കും ഓടിക്കുന്ന കാറാണ് കേട്ടോ. അതൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാവരും ആൾക്കാർ ഫോട്ടോ വന്ന് എടുക്കുകയായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. അതും കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് അതിനുള്ളിൽ റൗണ്ട് അടിക്കാനൊക്കെ ഓരോന്ന് കാണിച്ചു തരാനൊക്കെ ഒരു ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു. മോന് ഭയങ്കര ഇഷ്ടമായി അവിടെ കണ്ടപ്പോൾ. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈക്കിളിൻ്റെ ഓരോ തരത്തിലുള്ള ചക്രങ്ങൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വെള്ളം ചാടുന്നു, അതൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഫോട്ടോസ് എടുത്തിട്ട് കുറേ നേരം അവിടെ അങ്ങ് നിന്നു. അതും കഴിഞ്ഞ് സമയമായി വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും എല്ലാം അങ്ങനെ നടന്നു. അപ്പോഴേക്കും കാർ അതിനെ വന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ കിടക്കുകയായിരുന്നേ. പിന്നെ ഇതാ പണ്ട് ഉപയോഗിച്ച ക്യാമറകൾ അതൊക്കെ ഉണ്ട് അതിനുള്ളിൽ. പിന്നെ ഓരോ തരത്തിലുള്ള താരടയും മോഹിനിയാട്ടത്തിൻ്റെ ഓരോ വിഗ്രഹങ്ങൾ അതിലിങ്ങനെ ഓരോ ഡെക്കറേഷൻ വെച്ചിട്ട് അതും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പണ്ട് ഉപയോഗിച്ച ടൈപ്പ് റൈറ്റിംഗ് മെഷീനും അതിൻ്റെതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതും കണ്ടു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ മെല്ലെ നടന്നു വന്നു. ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഓരോ മെഷീൻസ് ഉണ്ട്. പിന്നെ ഫോട്ടോസ്, പിന്നെ പണ്ട് ഉപയോഗിച്ച ക്യാമറകൾ അതാണ് ഇതിൻ്റെ മേലെ. ആ ക്യാമറകളും കണ്ടു. പിന്നെ ബോട്ട്, അങ്ങനെ പണ്ടത്തെ കാലത്തെ ഓരോ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതുപോലെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓട്ടോറിക്ഷയുടെ മേലെ അതിനാണെങ്കിൽ മോനെ ഇരിക്കാനായിട്ട് ഭയങ്കര അപ്പോൾ അതിൽ അവനെ ഇരുത്തിയിട്ട് ഫോട്ടോസ് എടുത്തു. ഓട്ടോറിക്ഷ ബൈക്കൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓടിക്കാൻ പറ്റില്ല കേട്ടോ, ചുമ്മാ ഒരു ഇതിന് കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചതാണ്. അത് കഴിഞ്ഞ് കല്യാണച്ചക്കനും പെണ്ണും അവിടെ എത്തി. ഇതാ പടക്കം പൊട്ടിക്കണു. രാത്രി എങ്ങനെ 8 മണിയൊക്കെ ആയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗായ്സ്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.